ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ആത്മീക വർധനവിനും അത് മുഖാന്തരമായി തീരുന്നു ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഷിജി മോൾ ഫ്രം മണിമല, കേരളത്തിൽ നിന്നും. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയെ ശക്തീകരിക്കണമേ. വായോടും നാവോടും കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന ജനത്തിന് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചാട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ കർത്താവ് ഇടയാക്കണമേ. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം ഞങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസിയെ പോലെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. കർത്താവിൻ്റെ ദാസി ജീവിതാനുഭവത്തിലേക്ക് കടക്കാം. കർത്താവിൻ്റെ ദാസിക്ക് ഞാനിപ്പോൾ ടൈം തരികയാണ്. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ജോയ്സ് ടി വിയിൽ കൂടി ഒരു പ്രാവശ്യം കൂടി എൻ്റെ സാക്ഷ്യവും കണ്ടുമുട്ടി എൻ്റെ ദൈവത്തെ ഉയർത്തുവാനും സ്വർഗം ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കർത്തൃദാസി, തനിക്ക് സഹായത്തിനായി കൂടെ നിൽക്കുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനവധിയായി പകരട്ടെ. ദൈവം ഈ ശുശ്രൂഷയെ മാനിക്കട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേകര് നമ്മൾ ഓർക്കും നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെയും പലപ്പോഴും പരാജയങ്ങളുടെയും ബലഹീനതകളുടെയും ക്ഷീണങ്ങളുടെയും ഒക്കെ ആണല്ലോ നമ്മൾ ഈ പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് അത് പുറത്തു പറയുവാനായിട്ട് അവർക്ക് ലജ്ജയാണ്. കാരണം എപ്പോഴും നമുക്ക് നമ്മളുടെ നന്നായിരിക്കുന്ന കാര്യങ്ങള്, നമ്മള് അഭിവൃദ്ധിയായിട്ടിരിക്കുന്ന കാര്യങ്ങള്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളുടെ ഇതേ അനുഭവങ്ങളിൽ കൂടിയും ബലഹീനതകൾ കൂടിയും മാനസിക പ്രയാസങ്ങളിൽ കൂടിയും രോഗങ്ങളിൽ കൂടിയും ഒക്കെ കടന്നു പോകുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർക്ക് ആശ്വാസവും അവർക്ക് പ്രത്യാശയും അവർക്ക് വിടുതലും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളുടെ സാക്ഷ്യം ഈ ഓൺലൈൻ ചാനലുകളിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് ദൈവമക്കൾ ആരും ലജ്ജ വിചാരിക്കരുത്. ദൈവം നിങ്ങൾക്ക് തരുന്ന ആ സമയങ്ങളൊക്കെയും അതിനായി ഉപയോഗിക്കണമേ എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാന് ജനിച്ച് വളർന്നതൊക്കെയും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങള്, പിതാവിൻ്റെ സഹോദര കുടുംബം ഒക്കെ ഞങ്ങൾ വളരെ ഞാൻ ആ കുടുംബത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് ഡോട്ടർ ആയിരുന്നത് കൊണ്ട് വളരെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങളിലൊക്കെയും ആ ചൈൽഡ്ഹുഡ് ഒന്നും എനിക്ക് വളരെ പ്രയാസമോ പ്രതികൂലമോ എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ പിതാവിന് ഒറീസയിലായിരുന്നു ജോലി. അതുകൊണ്ട് ഞാനും മാതാവും പിതാവിന്റെ കൂട്ടത്തിൽ ഒറീസയിലായിരുന്നു. ആ സമയത്ത് നടന്ന ഒരു അനുഭവം പറയുവാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു. അവിടെ ഞങ്ങള് പാർത്തിരുന്ന ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ഒരു പെന്തക്കോസ്ത് കുടുംബമായിരുന്നു. ഒരു ഡേവിഡ് സാറും കുടുംബവും. അവിടെ നടന്ന ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു ദൈവദാസൻ കടന്നു വരുവാനിടയായി തീർന്നു. ആ ദൈവദാസനെ ആ കൺവെൻഷന്റെ 7 ദിവസങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലാണ് പാർത്തത്.
എനിക്ക് അന്ന് 4 വയസ്സ് 5 വയസ്സ് പ്രായമേ ഉള്ളൂ. അന്നേരം ഞാൻ ഇപ്പോഴും അത് ഞാൻ ഓർക്കുന്നുണ്ട്. ജുബ്ബയൊക്കെ ഇട്ട് വെള്ള പാൻ്റൊക്കെ ഇട്ട് നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള ഒരു നല്ല മുഖത്തൊക്കെ നല്ല തേജസ്സുള്ള ഒരു കർത്തൃദാസ്. അന്ന് നമുക്കതൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പോഴും എനിക്ക് ആ രംഗം ഓർക്കുമ്പോ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം 7 ദിവസം ആ ഭവനത്തിൽ പാർത്തു. എൻ്റെ മാതാവാണ് ഇതൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തത്. എന്നിട്ട് അവസാനം താൻ ആ കൺവെൻഷൻ കഴിഞ്ഞ് താൻ പാർത്തിരുന്ന എവിടെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, ആ സ്ഥലത്തേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചിലപ്പോ ദൈവം അത് നീതിയായി കണക്കിട്ട്, ചിലപ്പോഴല്ല കേട്ടോ, നിശ്ചയമായും ദൈവം അങ്ങനെയുള്ള പ്രവർത്തികളെ നീതിയായി കണക്കിടും. അതായിരിക്കും ഞങ്ങളുടെ ഭവനം ഇന്ന് ഈ ദൈവകൃപയിലായി തീരുവാൻ ഇടയായതിന്റെ ബേസ് ചിലപ്പോ ആ ദൈവദാസന്റെ പ്രാർത്ഥനയായിരിക്കും. അങ്ങനെ 5 വയസ്സൊക്കെ പ്രായമായപ്പോഴത്തേന് എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ അടുക്ക കൊണ്ടുവന്ന് വിട്ടു. അവിടെയാണ് ഞാൻ വളർന്നത്. പിന്നെ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ടായി. അവളെയും സ്കൂളിൽ വിടേണ്ട ടൈം ആയപ്പോഴത്തേന് മാതാവ് ഇങ്ങ് തിരിച്ചു പോയിരുന്നു. ഞങ്ങളൊരു ഭവനമൊക്കെ പണിത് ഞങ്ങള് മല്ലപ്പള്ളിയുടെ ദേശത്ത് പാർക്കുവാനിടയായി തീർന്നു. വിദ്യാഭ്യാസത്തിന്റെ കാലങ്ങളൊക്കെ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. അങ്ങനെ നഴ്സിംഗ് പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കുകയും അങ്ങനെ നഴ്സിംഗും ഒക്കെ പഠിച്ച് അതെല്ലാം കഴിഞ്ഞ് അതിന്റെ ബോണ്ടിന്റെ ടൈമിൽ തന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടാളിയെ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അദ്ദേഹം ആ സമയത്ത് സൗദിയിലെ ജോലിയിലായിരുന്നു. അങ്ങനെ ഞാൻ ആ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാൻ ബോംബെയിലേക്ക് കുറച്ച് നാളത്തേക്ക് കടന്നുപോയി. അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. അതിനുശേഷം ഒരു 1990 ഫെബ്രുവരി മാസം 10-ാം തീയതി ഞാൻ സൗദി അറേബ്യയിലേക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി ഞാൻ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എനിക്കൊരു സഹോദരിയും പിന്നെ അതിന്റെ ഇളയതായി എനിക്കൊരു സഹോദരനും ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിലേക്ക് കടന്നുപോയി. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. നമ്മൾ ഞായറാഴ്ച ആണെങ്കിൽ നമ്മൾ ഭവനത്തില്, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കടന്നു പോകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച തനിക്ക് അവധിയാണല്ലോ. അന്നേരം ഒരു വിശ്വാസിയായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുന്ന കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അത് എന്തെങ്കിലും ഇങ്ങനെ വചനത്തിൽ നിന്ന് ഇങ്ങനെ ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി, അത്ര മാത്രം. അങ്ങനെ എനിക്ക് പക്ഷെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നാന്ന് പറഞ്ഞാല് ഈ പെന്തിക്കോസ്തുകാർ കൂടുന്ന കൂട്ടായ്മയ്ക്ക് കടന്നു വരുവാനായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് എന്നെ നിർബന്ധിച്ചുമില്ല. പക്ഷെ എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും. ഞാൻ ആ സമയത്തൊക്കെ ഏതെങ്കിലും സിനിമയും ഒക്കെ കണ്ട് പിന്നെ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്ത് ഞാനും ആ സമയങ്ങള് ചെലവഴിക്കും. അങ്ങനെ ഞാൻ എനിക്ക് മോളുണ്ടായി. അവളുമായിട്ട് ഞങ്ങള് നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോ പൈതലിനെ കുറച്ച് നാളത്തേക്ക് ഞങ്ങളിവിടെ എൻ്റെ പേരൻസിന്റെ കൂടെ ആക്കിയിട്ടാണ് മടങ്ങിപ്പോയത്. തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോ അത്രയും നാളും ഭയങ്കര ബിസി ലൈഫായിരുന്നല്ലോ. ഡ്യൂട്ടിക്ക് പോകുന്നു, കുഞ്ഞിനെ നോക്കുന്നു, അങ്ങനെ വീടിന്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷെങ്കില് കുഞ്ഞിനെയൊക്കെ ഇവിടെ ആക്കിയിട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ്. ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനും ഇനിയും തൊട്ട് പ്രാർത്ഥനയ്ക്ക് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. പക്ഷെ ഞാൻ അവിടെ കടന്നു ചെന്ന് അന്നേരം എൻ്റെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധി കുഞ്ഞുമായിട്ട് കടന്നുപോയി. അവിടെ വെച്ച് ആ ദൈവദാസൻ ഈ കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിച്ച് അവളുടെ പേരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നൊന്നും എനിക്കറിയത്തില്ല ഇത് പ്രതിഷ്ഠ പോലെ, അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അവിടെ എനിക്ക് ആ ദൈവമക്കളെല്ലാവരും കൂടെ ചുറ്റും നിന്ന് കൈകോർത്ത് പിടിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് അതൊക്കെ എൻ്റെ ഹൃദയത്തിന് വലിയൊരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് കടന്നുപോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനും വരുവാന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. പക്ഷെ കൂട്ടായ്മയ്ക്ക് അങ്ങ് കടന്നു പോയി കഴിഞ്ഞപ്പോ തൊട്ട് എന്നിൽ ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതായത് ഈ ദൈവവചനം കേൾക്കും തോറും എനിക്ക് ഭയങ്കര ആർത്തിയാണ്.
അടുത്ത ഒരു ഫ്രൈഡേ ആകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ ആ കാലത്തൊക്കെ നമുക്ക് 90s നമുക്ക് ഈ കാസറ്റ് ആണ്, CD ഒന്നും ആയിട്ടില്ല, മറ്റേ ഓഡിയോ കാസറ്റ്. അന്നേരം അതിന്റെ ഒത്തിരി പ്രസംഗങ്ങള്, അതായത് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ MA വർഗീസ്, പാസ്റ്റർ ലാസർ വി മാത്യു, പാസ്റ്റർ ജോയ് ഡൽഹിയിലുള്ള അങ്ങനെ എന്തോ കെ ജോയ് പാസ്റ്റർ, ബി മോനച്ചൻ പാസ്റ്റർ, അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ഒക്കെ കാസറ്റുകൾ അവരെനിക്ക് തരും. ഞാൻ ഇത് കൊണ്ടുപോയി ഫുൾ ടൈം ഞങ്ങളുടെ വീട്ടില് ഈ പ്രസംഗവും പാട്ടും ഒക്കെയാണ്. എൻ്റെ ആ സിനിമാ പ്രാന്തെല്ലാം അങ്ങ് പോയി അതോടെ. പിന്നെ എനിക്ക് അതൊന്നും വേണ്ട. എന്നിട്ട് അങ്ങനെ വേദോസ്തവം വായിക്കും, ദൈവവചനം കേൾക്കുമ്പോൾ വേദോസ്തവം കൊണ്ടിരിക്കും. എന്നിട്ട് അവർ റെഫറൻസ് ഒക്കെ പറയുമ്പോൾ ഞാൻ അത് എടുക്കും, എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്യും. അങ്ങനെ ആ ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് എനിക്ക് വലിയ സന്തോഷം. പിന്നെ എൻ്റെ ആ ജീവിതത്തിന്റെ ആ അനുഭവങ്ങൾ തന്നെ മാറുകയാണങ്ങ്. അതുപോലത്തെ ദൈവിക സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഹസ്ബൻഡ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന്, എനിക്ക് അന്ന് ഓഫാണ്. ഞാൻ അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ ഒരു കാസറ്റ് കേട്ടോണ്ടിരിക്കുമ്പോ ഹസ്ബൻഡ് ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ പില്ലോ 2 എണ്ണം എടുത്തു വെച്ച് ഇങ്ങനെ തല പൊക്കി വെച്ച് കിടക്കുവാണ്. ഞാൻ ആ കട്ടിലിന്റെ താഴെ നിലത്ത് കാർപ്പറ്റിൽ ഇങ്ങനെ ഇരുന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ പ്രസംഗം എല്ലാം കേട്ട്, പാസ്റ്റർ KJയുടെ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഹസ്ബൻഡിനോട് പറയും, എനിക്ക് നമുക്ക് എന്നാണേലും നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് പിന്നെ ഏറ്റു പറയണം എന്നൊക്കെ പറയാനായിട്ട് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഹസ്ബൻഡിനെ നോക്കുകയും അദ്ദേഹം ആദ്യം എന്നോട് പറയുക, എടി ഇനി നമുക്ക് താമസിപ്പിക്കാനേ ഒക്കത്തില്ല, നമുക്ക് സ്നാനപ്പെട്ടേ മതിയാകത്തു. ഞാൻ പറഞ്ഞു, ഇത് പറയാൻ തന്നെയാണ് ഞാനും ഇപ്പൊ എഴുന്നേറ്റ് ഇങ്ങോട്ട് നിന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരേ ദിവസം, ഒരേ മണിക്കൂർ, ഒരേ സെക്കൻഡ്, ഒരേ മിനിറ്റില് ദൈവാത്മാവ് ക്രിയ ചെയ്തു ഞങ്ങളുടെ 2 പേരുടെ ഹൃദയത്തിനുള്ളില്. അന്നേരം അത് 1992 ഓഗസ്റ്റ് മാസത്തിലാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഓക്കെ അടുത്ത ഫ്രൈഡേയില് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എന്ന് പറയണമെന്നൊക്കെ പറയുകയും ആ തേഴ്സ്ഡേയില് അവിടെയുള്ള സിവിൽ പോലീസ് അവിടെയുള്ള ഒരു കൂട്ടായ്മ പിടിക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. അവിടെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ബാൻഡ് ആണല്ലോ. അന്നേരം അത് കാരണം സഭയായിട്ട് കൂടി വരാനൊക്കത്തില്ല. ഓരോ ഏരിയയിലുള്ള ഭവനങ്ങള് 3-4 വീട്ടുകാര് അല്ലെ 2-3 പേര് അതത് ഏരിയയില് കുറച്ച് ദിവസത്തേക്ക് കൂടണം, നീ ഇതിന്റെ എല്ലാം ഭാരങ്ങളൊക്കെ ഒന്ന് മാറുന്നത് വരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭവനത്തിൽ കടന്നുപോയി. ആ ഭവനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോഴത്തെ UK അയർലൻഡ് റീജിയന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോർജ്, അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് ഞങ്ങൾ അന്ന് പോയത്. അങ്ങനെ അവിടുത്തെ അന്ന് 2-3 ഭവനമേ കുടുംബങ്ങളെ കൂടി വന്നുള്ളെങ്കിലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ഞങ്ങൾ അന്ന് അവിടെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായി സ്വീകരിച്ചു. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവിനെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായി ഞങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. അവന്റെ മരണ പുനരുത്ഥാനങ്ങളോടെ ഭവിക്കുന്ന സ്നാനത്തിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടാൻ ഞങ്ങൾക്ക് അന്നേരം കഴിഞ്ഞില്ല. കാരണം ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ ജോയലിനെ പ്രഗ്നന്റ് ആകാനായിട്ട് ഇടയായി തീർന്നു. അന്നേരം എനിക്ക് അല്പമായ ബുദ്ധിമുട്ടുകൾ, ബ്ലീഡിങ്ങിന്റെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ റെസ്റ്റിലൊക്കെ കഴിയേണ്ടി വന്നു. അങ്ങനെ 1990 ജോയൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങള് നാട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ നാട്ടിൽ കടന്നു വന്ന കുഞ്ഞിന് 33 ദിവസം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ 2 പേര് ഞങ്ങളെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നേരം ആര് ഞങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയോ, റാന്നിയിലെ ഏഴോലി സഭയിൽ കൂടി വരുന്ന പൊരുന്നല്ലൂരെ
രാജൻ എന്ന് പറയുന്ന ബ്രദറാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഫാദർ ഉണ്ട്, പാസ്റ്റർ CI ചെറിയാൻ, ഇന്ന് നെത്തയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹമാണ് ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ 1993 സെപ്റ്റംബർ മാസം 5-ാം തീയതി ഞങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. അന്നേരം ഈ കേൾക്കുന്ന ആ പ്രിയ ദൈവമക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ആ ദിവസം നമ്മുടെ കർത്താവ് നോട്ട് ചെയ്തു വെക്കും. അത് ചില നിന്റെ ജീവിതത്തിലെ ചില അനുഗ്രഹത്തിന്റെ ചില ദിവസങ്ങൾ ആ ദിവസങ്ങൾ തന്നെ ആയിരിക്കും. ഞാനിത് പറയാൻ കാരണം 93 സെപ്റ്റംബർ 5-ന് ഞങ്ങൾ സ്നാനപ്പെട്ടു. 2000 സെപ്റ്റംബർ 5-ന് എൻ്റെ സഹോദരൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ബ്രദറ്. 2022 സെപ്റ്റംബർ 5-ന് ജോയലിന്റെ വിവാഹം നടക്കുന്നു. അന്നേരം ഈ സെപ്റ്റംബർ 5-ന് ദൈവം എപ്പോഴും എനിക്ക് ഓരോ നന്മ തന്നിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങള് മടങ്ങിപ്പോയി. അന്നേരം ഈ രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ടേ ഞാൻ ആഭരണമൊന്നും ഉപയോഗിക്കത്തില്ല. കാരണം അതിലൊക്കെ വലുതായിട്ട് എന്തോ എൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ ഭയങ്കര, എന്നെ കാണുന്നവർ എന്നെ തിരിച്ചറിയണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്നെ കാണുന്നവർ എന്നെ തിരിച്ചറിയണം, ഞാൻ ആരാണ് എന്ന്. അത് പല സ്ഥലങ്ങളിൽ വെച്ചും അങ്ങനെ തിരിച്ചറിയുകയും എൻ്റെ അടുക്കൽ വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, അതായത് ഞാൻ ദേശത്ത് കടന്നു വന്നു കഴിഞ്ഞ് ഓരോ ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ നിൽക്കുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരൊക്കെ, എന്നെ അറിയത്തില്ലാത്തവർ തന്നെ കടന്നു വന്നിട്ട് എന്നോട് ഇങ്ങനെ പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുകയും, അവരെ ഇന്ന് വരെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, പക്ഷെങ്കില് അവരാ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവം അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഞാൻ ഇവിടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് മടങ്ങിപ്പോയി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായി ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രയാസം ഉണ്ടായി. അന്നേരം അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, മെഡിക്കൽ പ്രൊഫഷനില് ജോലി ചെയ്യാൻ അല്പമായ ബുദ്ധിമുട്ടുണ്ട്, ഭാരമുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്ക് കോൺട്രാക്ട് റിന്യൂവലിന്റെ ടൈമില് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊക്കെ പറയും, ചിലപ്പോ ഈ പ്രാവശ്യം നിനക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്ത് ലഭിക്കത്തില്ലായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഓരോ പ്രാവശ്യവും ദൈവാത്മാവ് എനിക്ക് ഓരോ ദൈവത്തിന്റെ വചനം തരും. ആ വചനവുമായാണ് ഞാൻ കടന്നു പോകുന്നത്. ദൈവം ആ വചനത്തിന്റെ നിവർത്തി ചെയ്യുക തന്നെ ചെയ്യും. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ഓർപ്പിക്കാം. അതായത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒരു പ്രാവശ്യം എനിക്ക് തന്നതാണ്. കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും നിന്നെ വിടുവിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകലരുടെയും പ്രതീക്ഷ, അതായത് എനിക്ക് എൻ്റെ ജോലിയിൽ ഒരു ടെർമിനേഷൻ ലഭിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ദൈവം പറയുന്നത് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും. അങ്ങനെ 10 വർഷത്തോളം എൻ്റെ കോൺട്രാക്ട് റിന്യൂ ആയി വന്നു. ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിക്കുന്നു, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ 2005 സെപ്റ്റംബർ മാസത്തിലേക്ക് എൻ്റെ ജോലിയിൽ നിന്ന് ദൂതനെ അയച്ച് വിടുവിച്ചു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും അവിടെ നടന്നോ? അന്നേരം പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തോ സിസ്റ്റർ പറഞ്ഞല്ലോ, ദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം. അതായത് എന്റെ നഴ്സിംഗ് ഓഫീസർ എന്റെ കോൺട്രാക്ടിന്റെ പേപ്പറുമായിട്ട് അവിടെ കടന്നു ചെന്ന് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലെ ഹെഡിന്റെ അടുക്ക കടന്നു ചെന്നു. എന്നിട്ട് ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ എൻ്റെ പേപ്പറെ സൈൻ ചെയ്ത് വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഓരോ വർഷത്തിലും ഓരോ ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിനനുസരിച്ച് എൻ്റെ വിടുതലുകൾ ആ വർഷത്തേക്ക് നടന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സമയം 2005 സെപ്റ്റംബർ വരെ ആയിരുന്നു. അവിടെ വെച്ച് എൻ്റെ ജോലി തീർന്നു. അങ്ങനെ ഞങ്ങള് ദേശത്തേക്ക് കടന്നു പോരുവാൻ ഇടയായി തീർന്നു. ഞാനും കുഞ്ഞുങ്ങളുമായിട്ട്, ഹസ്ബൻഡ് അവിടെ തന്നെ നിന്നു. അന്നേരം കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ കടന്നു വന്ന അന്നേരം ഓർക്കണം, ഈ കുഞ്ഞുങ്ങൾ അവിടെയാണ് ജനിച്ചു വളർന്നത്.
ഞാനും ഈ ദേശത്ത് പഠനം കഴിഞ്ഞ് അന്നേരം തന്നെ മടങ്ങിപ്പോയതാണ്. എനിക്ക് ഇവിടെ ഒരു ലൈഫ് എങ്ങനെയാ ചെയ്യണ്ടേ, എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളാണേലും അവിടുത്തെ ആ സെറ്റപ്പിലൊക്കെ വളർന്നത് കൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ടും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ജോയലിന്റെ സാക്ഷ്യത്തിൽ കൂടി അതിന്റെ ആ പ്രയാസങ്ങള് നിങ്ങൾ കേട്ടതാണ്. ആ പൈതൽ കടന്നുപോയ മാനസിക സമ്മർദ്ദങ്ങളും അവന്റെ ബുദ്ധിമുട്ടുകളും. അങ്ങനെ ഞാൻ എൻ്റെ പേരൻസിന്റെ കൂടാണ് വന്ന് ആദ്യം നിന്നത് മല്ലപ്പള്ളിയില്. ഇവിടെ മണിമലയില് ഞങ്ങൾക്ക് അന്ന് ഭവനമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയാണ് ഞാൻ ആദ്യം പോയി, അവിടെയാണ് നിന്നത്. അവിടെ കുഞ്ഞുങ്ങളെ അവിടെ സ്കൂളിലൊക്കെ വിട്ടു. എന്നിട്ട് പിന്നെ വളരെ വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെങ്കില് ശക്തമായി ദൈവസന്നിധി കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ ദിവസങ്ങളൊക്കെയും മുമ്പോട്ട് കൊണ്ടുപോയത്. ദൈവം അതിനുള്ള ബലവും ശക്തിയും ഒക്കെ എനിക്ക് തന്നു. പിന്നെ എൻ്റെ ഫാദറും മദറും എനിക്ക് എല്ലാത്തിനും നല്ല ഗൈഡൻസ് തന്നു. എങ്ങനെ ആയിരിക്കണം, എന്ത് ചെയ്യണം. എവിടെയെങ്കിലും പോകുമ്പം പിന്നെ ഫാദർ എന്നെ കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകും. ഓരോരുത്തടുത്ത് ചെല്ലുമ്പോഴും എന്നോട് പറയും, ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യത്തിലും എൻ്റെ ഫാദറും മദറും എന്നെ നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞാൻ അവിടെ വന്ന 1 വർഷം കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ പിതാവിന്റെ സ്ട്രോക്ക് ഉണ്ടായിട്ട് ലെഫ്റ്റ് സൈഡ് തളർന്നു പോയി. അങ്ങനെ അദ്ദേഹം കട്ടിലേലാകാൻ ഇടയായി തീർന്നു. പിന്നെ ആ ഭവനത്തിന്റെ സകല കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കി നടത്തിയത്. എന്നിട്ട് പിന്നെ ഒരു മോളുടെ 12th കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മണിമലയിലെ ഞങ്ങളുടെ പണിത ഭവനത്തിലേക്ക് ഞങ്ങൾ പോരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇവിടെ അപ്പച്ചനും അമ്മച്ചിയുമാണ്, ഞാൻ വന്നു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നടത്താനും എടുക്കാനും ദൈവമേ എനിക്കതിനുള്ള കൃപ തരണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ അവിടെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദൈവസഭയോട് ചേർന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് അധിക കൃപ തരണേ, എനിക്ക് എല്ലാ കാര്യവും നന്നായി ചെയ്യുവാനുള്ള കൃപ തരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുകയാണ്. അന്നേരം ആ ദൈവദാസൻ പ്രസംഗത്തിന് എഴുന്നേറ്റ് വായിച്ച കുറിവാക്യമാണ്, ഞാൻ നിനക്ക് മുമ്പായി കടന്നു പോകും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആ ദൈവത്തിന്റെ വചനം കേട്ട് വളരെ ധൈര്യത്തോടെ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു പോരുന്നു. അങ്ങനെ മോളെ ഇവിടെ വന്നിട്ട് അവളെ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് വിട്ടു. ജോയൽ അന്നും മല്ലപ്പള്ളി തന്നെയാണ് പിന്നെ പഠിക്കുന്നത്. അവനൊരു ആൺചെറുക്കനാണല്ലോ, അവൻ പോയി വന്നോളും എന്നുള്ള ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നത്. രാവിലെ 6:30, അവന്റെ സാക്ഷ്യത്തിൽ അതൊക്കെ അവൻ പറയുന്നുണ്ട്, രാവിലെ 6:30 ബസ്സിനാണ് അവൻ ഇവിടുന്ന് മല്ലപ്പള്ളിക്ക് കടന്നു പോകുന്നത്. അവിടെ പോയി സ്കൂള് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്രയും കിലോമീറ്റർ, 10-30 കിലോമീറ്റർ ഉണ്ട്, അത്രയും വീണ്ടും ബസ്സിന് യാത്ര ചെയ്ത് ചിലപ്പം ബസ് ഇറങ്ങി കുറച്ച് നടന്ന് അങ്ങനെയൊക്കെ പൈതല് വളരെ ഭാരപ്പെട്ടാണ് ആ നാളുകളിലൊക്കെ ആയിരുന്നത്. പക്ഷെ അവിടെ ഒക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഇവിടെ ഹസ്ബൻഡിന്റെ ഫാദർ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം 2000 പെട്ടെന്ന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഹിസ്റ്റക്ടമി, അതായത് യൂട്രസിന്റെ എടുത്ത് കളയേണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2015 ഫെബ്രുവരി മാസത്തിൽ ആ സർജറി ചെയ്തു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. അന്നേരം അത് ചെയ്യാനായിട്ട് ഡോക്ടർ ടേബിളിലൊക്കെ കിടത്തി ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അഡ്ഹഷൻ ഉണ്ട്, അതായത് മറ്റുള്ള ഓർഗനൈസിലോട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അന്നേരം ആ ഡോക്ടർ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒക്കത്തില്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വേറെ കൊണ്ടുപോയിക്കോളാം. അന്നേരം എൻ്റെ മോളുണ്ടായിരുന്നു, അവള് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും കൂടെ നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കേ, അല്ലാതെ ഇതുപോലെ തന്നെ വീണ്ടും ക്ലോസ് ചെയ്ത് വെച്ചാൽ വീണ്ടും അമ്മ ഒരു ഓപ്പറേഷനിൽ കൂടി കടന്നു പോകണ്ടേ. അങ്ങനെ വേഗം അവര് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർജനെ കൂടെ വിളിച്ച് അങ്ങനെ അവരത് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെങ്കില് എൻ്റെ ലെഫ്റ്റ് ഓവറിക്കകത്തൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റ് അവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരത് അവിടെ ലീവ് ചെയ്തു. ആ സിസ്റ്റ് അവിടെ ഇരുന്ന് വളരുമായിരുന്നു, അതായത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു 2018 ഒക്കെ ആയപ്പം
മോള് പറഞ്ഞു, അമ്മയുടെ വയറ് ഭയങ്കരമായിട്ട് വീർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ആളല്ലേടി, അതുകൊണ്ടായിരിക്കും വയറെന്ന്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് വെക്കേഷന് വന്ന് മടങ്ങി പോയി, മോളും തിരിച്ച് പോയി കഴിഞ്ഞപ്പം എനിക്ക് വയറിനകത്ത് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അൾട്രാസൗണ്ട് ചെയ്തപ്പം ഒരു ഹ്യൂജ് മാസ്, അതായത് ഈ ഓവേറിയൻ സിസ്റ്റ് അവിടെ ഇരുന്ന് വളർന്ന് വയർ നിറഞ്ഞു. എന്നിട്ട് അതായത് ഈ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ പോലും അതിന്റെ അടിയിലുള്ള മറ്റ് ഓർഗൻസ് കാണാനൊക്കത്തില്ല. ഇതാണ് ഏറ്റവും മേളിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ മോളന്ന് അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. അതിനോടിടയ്ക്ക് അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു 2017. അങ്ങനെ അവള് തിരിച്ചു വന്ന് 2 ആഴ്ചത്തേക്ക് അവധിക്ക് വന്നതാ. പഠിത്തം കഴിഞ്ഞു, ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറാം. അന്നേരം 2 ആഴ്ച ഒന്ന് വന്ന് 2 വീട്ടിലും, ഹസ്ബൻഡിന്റെ വീട്ടിലും ഇവിടെ ഒരാഴ്ച വീതം നിന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി കുഞ്ഞു വന്നപ്പോഴാണ് ഈ പ്രയാസം. അങ്ങനെ ഞങ്ങള് ആ ദിവസം തന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്ന് അവര് സർജറി ചെയ്യാൻ വേണ്ടി എടുത്തു. അങ്ങനെ അവര് സർജറി ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഈ സിസ്റ്റ് പൊട്ടിപ്പോയി. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഒന്നാമത് ആ സിസ്റ്റ് അങ്ങ് പോയി, അതിന്റെ കൂട്ടത്തിൽ അതൊരു വലിയ സിസ്റ്റാണ്, ഇത് ഞങ്ങളെ കൊണ്ട് ഇത് സാധ്യമല്ല എന്നും പറഞ്ഞ് അവരത് സൂച്ചർ ചെയ്ത് എന്നെ പുറത്തിറക്കി. അത് കഴിഞ്ഞിട്ട് അവരന്നേരം അതിന്റെ ബയോപ്സി ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇത് ഒരുമാതിരിപ്പെട്ട ഡോക്ടേഴ്സിനൊന്നും നടക്കത്തില്ല, ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത് ചെയ്യാൻ ഒക്കുമായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു റെഫറൽ ലെറ്ററും ഒക്കെ തന്ന് ഞങ്ങളെ വിട്ടു. അങ്ങനെ ഞങ്ങള് ആ റെഫറൽ ലെറ്ററുമായിട്ട് പിന്നെ കടന്നുപോയി ആ ഡോക്ടറെ കണ്ടു. അന്നേരം അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഈ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ 1 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഉടനെ തന്നെ വീണ്ടും ഒരു സർജറി ചെയ്യാൻ പാടായതുകൊണ്ട് 3 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം വെയിറ്റ് ചെയ്തിട്ട് 2019 ജനുവരി മാസം 5-ാം തീയതി ഞങ്ങൾ ചെന്ന് അഡ്മിറ്റായി. 7-ാം തീയതി എന്റെ സർജറി. അന്നേരം ആ ഡോക്ടേഴ്സ് ഞങ്ങളെ നന്നായിട്ട് പറഞ്ഞ് ബോധവൽക്കരിച്ചു. കാരണം ഇത് ഹ്യൂജ് മാസ് ആയതുകൊണ്ട് ഇത് ഓൾറെഡി നമ്മുടെ യൂറിന്റെ ട്യൂബൊക്കെ ഈ മാസിന്റെ ഇടയിൽ കൂടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് കട്ട് വീഴും. പിന്നെ അത് നമ്മുടെ വൻകുടലിന്റെ എല്ലാ സ്ഥലങ്ങളിൽ പോയി ഇത് അറ്റാച്ച് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് ചിലപ്പോൾ അതിന് കട്ട് വീഴും. അങ്ങനെ എന്തൊക്കെ ആയിരിക്കും അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും ഒക്കത്തില്ല. പിന്നെ ഇത് സാധാരണ കാണുന്നതൊക്കെ ഞങ്ങൾ നിങ്ങളോട് അങ്ങ് പറയുകയാണ്. അതുകൊണ്ട് ഇതൊരു റിസ്ക് ആണ് എന്ന് എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചൊക്കെയാണ് എന്നെ സർജറിക്ക് കയറ്റുന്നത്. പക്ഷേ അത് അമൃത. അങ്ങനെ അവിടെ അവരത് ചെയ്തു. ഒരു നല്ല ഡോക്ടറായിരുന്നു അവര്. അത് കഴിഞ്ഞിട്ടും അവിടെ ഉള്ളവരൊക്കെ പറയുമായിരുന്നു ആ ഡോക്ടർക്ക് ഭയങ്കര കൺസേൺഡ് ആയിരുന്നു, ഒത്തിരി നല്ല കെയർ എടുത്താണ് അത് ചെയ്യാൻ തക്കവണ്ണം ഇവിടെ എന്താണെങ്കിലും അത് സക്സസ്ഫുൾ ആയിട്ട് അവരത് ചെയ്തു. എല്ലാം നന്നായിട്ട് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാൻ തക്കവണ്ണം ദൈവം അവരുടെ കൈകളെ ബലപ്പെടുത്തി. അങ്ങനെ പക്ഷെങ്കില് എന്റെ ആ വൻകുടലിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ചെറിയ കട്ടുണ്ടായിരുന്നു. അവർ ആ കട്ട് അവര് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നവര് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു ആയിട്ടും എനിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ എന്റെ വയറിനകത്ത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് ആഹാരം കഴിക്കാനോ ഈവൻ വെള്ളമാണെങ്കിലും ഒരു 2-3 കവിള് വെള്ളമൊക്കെ കുടിക്കാൻ എനിക്ക് തോന്നത്തുള്ളൂ. അന്നേരം ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നെ വഴക്ക് പറയും, ഇതെന്താ അമ്മ കഴിക്കാത്ത, എന്താ അമ്മ കുടിക്കാത്ത, ഇങ്ങനെയൊക്കെ ഇരുന്നാ നടക്കുമോ. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര പനി. ഈ പനി എന്ത് കുറയുന്നില്ല. എല്ലാ 6 മണിക്കൂർ ആകുമ്പോഴത്തേനും നന്നായിട്ട് പനിക്കും, ഷിവർ ചെയ്യും. അങ്ങനെ അതിന്റെ കാരണം ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ അവസാനം ഡോക്ടർ എന്നെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ, ലെഫ്റ്റ് കിഡ്നിയുടെ മേളിലായിട്ട് ഒരു സിസ്റ്റ്.
ആ സിസ്റ്റാണ് ഈ പനിക്ക് കാരണം. അന്നേരം ഇനിയിപ്പം വീണ്ടും ഇതിന്റെ സ്റ്റിച്ചസ് ഒന്നും എടുത്തിട്ട് പോലും ഇല്ല, ഫ്രഷ് വൂണ്ടായിട്ടിരിക്കുക. അന്നേരം അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ CT ചെയ്തുകൊണ്ട് തന്നെ എന്റെ ഈ ലെഫ്റ്റ് നടുവിന്റെ അവിടെ ഇങ്ങനെ കിഴിച്ചിട്ട് അതിനകത്തൂടെ ഒരു കത്തീറ്റർ നേരെ ആ സിസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ആ സിസ്റ്റിനകത്തുനിന്ന് ആ പസ്സെല്ലാം അവർ വലിച്ചെടുത്ത് അത് കൾച്ചറിനൊക്കെ വിട്ട് കഴിഞ്ഞപ്പോ അതിന്റെ എന്തുകൊണ്ടാണ് ആ പഴുപ്പുണ്ടായെന്നുള്ള അത് കണ്ടുപിടിച്ചു. അങ്ങനെ അതിന്റെ ആന്റിബയോട്ടിക് ഒക്കെ തന്ന അങ്ങനെ ആ പനിയൊക്കെ കുറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ഇനിയും വീട്ടിൽ പോകാം, സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും ദൂരം മണിമല വരെ എന്ന് പറഞ്ഞ 110 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ അത്രയും ദൂരെ യാത്ര ചെയ്യണ്ടല്ലോ. അന്നേരം എന്റെ മോളെ കെട്ടിച്ചിരിക്കുന്നത് അങ്കമാലിയില. അന്നേരം ആ ഭവനത്തിൽ പോയി പാർക്കാം, എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോയി സ്റ്റിച്ചും എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പോരാമെന്ന് കരുതി ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്ന് പാർത്തു. അത് ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ല. അന്ന് 2ാം ദിവസമൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വയറുവേദന വന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒന്നും കാണാനില്ല, ഗ്യാസ് മാത്രമേ കാണാനുള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലും എനിക്ക് നല്ല ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ വരും. പക്ഷെങ്കിൽ അങ്ങ് ടോളറേറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്ക് ഒരു തുള്ളി പോലും പോയില്ല. അന്നേരം ഞാൻ ഇങ്ങനെ മോളോട് അതിന്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഛർദിച്ചു. ഞാൻ അന്നേരം മോളോട് പറഞ്ഞു നമുക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകാം, കാരണം എനിക്കൊരു തുള്ളി പോലും യൂറിൻ ഔട്ട്പുട്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങള് അവിടുത്തെ പപ്പായും പിന്നെ അനിയനും മോളും ഞാനും എല്ലാം കൂടെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോയി. ഈ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടായി. അതായത് എനിക്ക് എന്തൊക്കെയോ എന്റെ മെമ്മറി എല്ലാം എനിക്ക് ഇങ്ങനെ മറിഞ്ഞു പോകുന്നു. എന്റെ നാക്കെല്ലാം ഇങ്ങനെ താണിട്ട് ഒരു മരം, എനിക്കറിയത്തില്ല അത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്. ഞാൻ ഇങ്ങനെ എങ്ങോട്ടോ ഇങ്ങനെ പോകുന്ന പോലൊരു അനുഭവം. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇച്ചിരി വെള്ളം എന്റെ നാക്കയിൽ ഒന്ന് തൊട്ടിച്ചു തരുമോ, ഇച്ചിരി വെള്ളം. അങ്ങനെ പപ്പ പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഒരു വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് വെള്ളത്തിന്റെ കുപ്പി തുറന്ന് അതിന്റെ അടപ്പിനകത്ത്, ഞാൻ പറഞ്ഞു കുപ്പിയോടെ ഒഴിക്കല്ലേ, അടപ്പിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് എന്റെ നാക്കയിൽ ഇച്ചിരിച്ചിരിച്ചിരിച്ചായിട്ടൊന്ന് ഒഴിച്ചു തരണമെന്ന്. ഞാൻ പറയുമായിരുന്നു ഓരോ ആ മരണത്തിന്റെ അതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴത്തെ നമ്മുടെ ശരീരത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അന്ന് അനുഭവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ട് അങ്ങനെ ഒരു ഇച്ചിരി ആ വെള്ളം ഇങ്ങനെ ഇച്ചിരിച്ച് ഇവരെന്റെ നാക്കയിൽ ഇങ്ങനെ ഇറ്റിട്ട് തന്നു. ഞാൻ ഇങ്ങനെ കിടന്ന് ഒരു വിധത്തിൽ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ആ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഞാൻ നോക്കുമ്പോ എന്റെ ഇട്ടിരുന്ന ഡ്രസ്സ് ഈ ഫ്രണ്ട് ഭാഗം മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുക. എന്നിട്ട് ഒരു ഭയങ്കര ഫൗൾ സ്മെല്ലാണ്. ഞങ്ങൾ ഓർത്തു ഇത് എവിടെ നിന്നാണ് ഇത്രയും ഈ ഡിസ്ചാർജ് വന്നേക്കുന്നത്, ഇത്ര മാത്രം ഇവിടെ മുഴുവൻ നനയണമെങ്കിൽ ഇത് എവിടുന്നാ ഇത് വന്നേക്കുന്നെന്ന് ഓർത്ത് അങ്ങനെ അവര് വീൽ ചെയർ കൊണ്ടുവന്നു. ഞാൻ അതേലൊക്കെ ഇരുന്നു. എന്നെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. അന്നേരം പിന്നെ ഡോക്ടറെ വിളിച്ചു. എന്നെ സർജറി ചെയ്ത ഡോക്ടറിന്റെ ജൂനിയർ ഡോക്ടേഴ്സ് അവരെളുപ്പം ഓടി വന്നു. അത് കഴിഞ്ഞ് സീനിയർ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ അവരെന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. എന്നിട്ട് CT സ്കാൻ ചെയ്തപ്പം എന്താ പ്രയാസം, ആ വൻകുടലിന്റെ ഭാഗത്ത് ഒരു ചെറിയ കട്ട ഉണ്ടായത് സ്റ്റിച്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്റ്റിച്ച് വിട്ടുപോയിട്ട് ഞാൻ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എല്ലാം ആ ദ്വാരത്തിലൂടെ ഇത് മുഴുവൻ എന്റെ വയറിനകത്തോട്ട് വീണിട്ട് അത് സെപ്സിസ് ആയി. അതായിരുന്നു ഭാരം. എന്നിട്ട് പിന്നെ അവര് കത്തീറ്ററൊക്കെ ഇട്ടു. അന്നേരം നല്ല കട്ടൻ ചായയുടെ കളറിലാണ് എന്റെ യൂറിൻ ഈ ട്യൂബിനകത്തൂടെ വരുന്നത്. അങ്ങനെ ഇനി അടുത്ത സർജറിക്ക് വേണ്ടി അവരെല്ലാം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ രാത്രി 7:30 എന്നെ അടുത്ത സർജറിക്ക് കയറ്റുവാണ്. വരെ ഞാൻ വളരെ വീക്കാണ്. കാരണം ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെള്ളം പോലും കുടിക്കാനൊക്കെ തരും. ഒരു 3 കവളൊക്കെ വെള്ളം കുടിക്കുമ്പോഴേ മതി. ആഹാരം കഴിക്കത്തേ ഇല്ല.
ചെറിയ ഐസ്ക്രീം ഒക്കെ എടുക്കുന്ന ചെറിയ സ്പൂണില്ലേ, ആ സ്പൂണിന് 2 സ്പൂൺ കഞ്ഞിയൊക്കെയാണ് ഞാൻ കുടിക്കുന്നത്. അങ്ങനെ ശരീരം നല്ല ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട് ശരീരത്തിന്. അങ്ങനെ ആ സർജറിക്ക് കയറ്റി. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ BP എല്ലാം ഡൗൺ ആയി, ഹാർട്ട് റേറ്റ് എല്ലാം ലോ ആയി. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാനിടയായി. അങ്ങനെ ലൈഫ് സേവിംഗ് എനിക്ക് എല്ലാം തരാനിടയായി. ഈ വയറ് മുഴുവൻ പസ്സായിരുന്നു, പസ്. 6 സെന്റിമീറ്ററോളം എൻ്റെ കുടല് അങ്ങ് ദ്രവിച്ചു പോയി. അങ്ങനെ പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞു. ഒരു 500 ml 20 ബോട്ടിൽ നോർമസലൈൻ ഒഴിച്ചാണ് അവർ എനിക്ക് സ്റ്റൊമക്ക് വാഷ് തന്നത്. അത്രയ്ക്കും അങ്ങ് ഭയങ്കരമായിട്ട് എഴുപ്പുകൊണ്ട് വയറ് നിറഞ്ഞു നിൽക്കുക. അങ്ങനെ സർജറി കഴിഞ്ഞെങ്കിലും പക്ഷെങ്കിൽ എൻ്റെ ടോട്ടൽ ഹെൽത്ത് വളരെ വീക്കായി. അങ്ങനെ വെന്റിലേറ്ററിലാക്കി എന്നെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടർ ഇറങ്ങി വന്ന്, കുഞ്ഞുങ്ങൾ 2 പേരും അവിടെ ഉണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട്. അങ്ങനെ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാനൊക്കത്തില്ല, ഇതുപോലെ സർജറിയുടെ ഇടയിൽ വെച്ച് ആള് പ്രയാസത്തിലായി പോയി, ഞങ്ങൾ അങ്ങനെ വെന്റിലേറ്ററിലാക്കിയിട്ടുണ്ട്. ഇനി നാളെ വരെ ആളുണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഡയാലിസിസ് തുടങ്ങണം. കാരണം എൻ്റെ ക്രിയാറ്റിനൊക്കെ ഒത്തിരി ഹൈ ആണ്. അന്നേരം നാളെ രാവിലെ ആകട്ടെ, ആൾക്ക് കുഴപ്പം ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് നാളെ രാവിലെ തുടങ്ങണമെന്ന് പറഞ്ഞാണ് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാരെയും ഒരു പ്രാവശ്യം ഒന്ന് കയറ്റി കാണിച്ചു. അങ്ങനെ അവിടുന്ന് പോയി അവരോട് പറഞ്ഞു, ഇനി നാളെ രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം, അല്ലെങ്കിൽ നാളെ രാവിലെ കഴിഞ്ഞ് വരെ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏത് സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഉറക്കത്തിൽ നമ്മൾ രാവിലെ എഴുന്നേക്കത്തില്ലേ, അതേ ഫീലിംഗ് ഞാൻ ഉണർന്നാലും എനിക്ക് കണ്ണൊന്നും ഞാൻ തുറക്കത്തില്ല. പക്ഷെ നല്ല കോൺഷ്യസ് ആണ് ഞാൻ അകത്ത്. പക്ഷെങ്കിൽ ഞാൻ കണ്ണൊന്നും തുറക്കുന്നില്ല. അന്നേരം എന്നെ അവരിങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞ് അതോടെ എൻ്റെ ബ്രീത്തിങ് എല്ലാം നോർമലാണ്, എൻ്റെ ഹാർട്ട് റേറ്റ് നോർമലാണ്. രാവിലെ എൻ്റെ ക്രിയാറ്റിനിൻ ലെവൽ നോർമലാണ്. അങ്ങനെ രാവിലെ ഡോക്ടർ വന്ന് കണ്ടപ്പോ ഡോക്ടറിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ഞാന് എൻ്റെ ഹെൽത്തിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയി നിൽക്കുക. അന്നേരം തന്നെ എൻ്റെ ബ്രീത്ത് എടുക്കുന്ന കാരണം ഈ വെന്റിലേറ്റർ ഇങ്ങനെ അലാം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ വെന്റിലേറ്ററിൽ നിന്നെല്ലാം അവളെ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള ഈ ഇതൊക്കെ സിറിഞ്ച് പമ്പ് വഴി ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഡിസ്കണക്ട് ചെയ്തു. അങ്ങനെ എൻജി ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു വയറിൽ നിന്നുള്ള ഇതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ വേറെ ഒത്തിരി ട്യൂബുകളുണ്ട് എനിക്ക്. കാരണം എനിക്ക് വെയിൻ ഒക്കെ കിട്ടാൻ പാടായത് കാരണം ഈ കഴുത്തേലെ ആ വലിയ വെയിൻ കൂടാണ് എനിക്ക് ഇവര് ഇത് മെഡിസിൻ തരികയും ഡ്രിപ്പ് തരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ വയറിന്റെ 2 വശത്തുനിന്നും ഡ്രെയിൻ ഇട്ടിട്ടുണ്ട്, യൂറിനുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ട്, മൂക്കിൽ കൂടെ ഉള്ള ഈ ഗ്യാസ്ട്രിക് കണ്ടന്റ് ഒക്കെ വലിച്ചു കളയാനുള്ള അതിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ വലിയ ഇത്ര വലിയ ഭയങ്കര മരണം എന്ന് പറയത്തില്ലേ, ആ സ്റ്റേജിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് രാത്രി നടന്ന കാര്യമാണ് ജോയലിന്റെ സാക്ഷ്യത്തിൽ കൂടി പങ്കുവെച്ചത്. അവൻ എങ്ങനെ ദൈവസന്നിധി സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ആ രാത്രിയിലത്തെ സംഭവങ്ങളാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്നെ ICU തന്നെ പല സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2.
അതൊന്ന് പറഞ്ഞേ ജോയല്, അതൊന്ന് പറഞ്ഞാട്ട്, ജോയലിന്റെ കാര്യം പറഞ്ഞാട്ട്. ജോല അന്ന് രാത്രി ജോല് അവന്റെ 12th കഴിഞ്ഞ് അവൻ CA എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ഉള്ള ഇതിനു വേണ്ടി കടന്നു പോയ ആ സമയത്ത് പാലായിൽ ഒരു ഹോസ്റ്റലിലായിരുന്നു. ആ ഹോസ്റ്റലിൽ വെച്ച് ദൈവാത്മാവ് അവനോട് ശക്തമായിട്ടു. ഒരു ദിവസം ഒരു പ്രഭാത സമയത്ത് ശക്തമായ ഒരു ദർശനം ദൈവം അവനെ കാണിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതായത് അവന്റെ അടുക്കൽ ഇങ്ങനെ കടന്നു വന്നിട്ട് അവനോട് പറയുന്നു, ഞാൻ നിന്നെ എന്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നു. ഈ ക്രിസ്തീയ ഗോളത്തിലെ പലരുടെയും ലൈഫ് വളരെ താഴോട്ട് പോകുമ്പോൾ ഈ ക്രിസ്തീയ ഇതിനെ അതിനെ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാൻ അതിന് ഒരു ശബ്ദമായിട്ട് ഞാൻ നിന്നെ സ്വപ്നം, ദർശനം. എന്നിട്ട് ആ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് അവനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുക. അവന് നിൽക്കാൻ പോലും ഒക്കുന്നില്ല. അവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവിടെ ഇങ്ങനെ കിടക്കുക അമ്മ, എന്നെ ഇങ്ങനെ വിറയ്ക്കുക എന്നും പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞ മോനെ നിന്നോട് ദൈവം ഇടപെട്ടതാണ്, പിന്നെ പാസ്റ്ററെ വിളിച്ച് പറ, പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സൺഡേയിൽ അവൻ കടന്നു വന്നപ്പോ പാസ്റ്ററിന്റെ അടുക്ക പോയി. പാസ്റ്റർ അവനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെങ്കിൽ കുഞ്ഞ് മുന്നോട്ട് അവന്റെ പഠനവുമായി മുന്നോട്ട് പോയി. +2 കഴിഞ്ഞ് പിന്നെ അവൻ BCom ചേർന്നു. അത് കഴിഞ്ഞ് പിന്നെ അവന് ACCA പഠിക്കണമെന്നും പറഞ്ഞ് ACCAക്ക് പോയി. അത് 2 വർഷത്തോളം അതിന് സമയം ചെലവിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്നു. MCom പോയി. MCom ഫിനിഷ് ചെയ്തു. MCom ഫിനിഷ് ചെയ്തിട്ട് അവന് ആയിരിക്കുമ്പോഴാണ് എന്റെ സർജറി നടക്കുന്നത്. അന്നേരം അവന് എറണാകുളത്ത് ഒരു CA ഫേമില് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം പകൽ അവൻ ജോലിക്ക് പോകും, രാത്രിയിൽ വന്ന് എന്റെ കൂടെ, മോളുണ്ട് എന്റെ കൂടെ മൊത്തം സമയവും. ഞാൻ ICUലാണ്. പക്ഷെ അവനും വന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ മോളുടെ കൂട്ടത്തിൽ അവനും ഇരിക്കും. അങ്ങനെ ഈ സർജറി കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വെന്റിലേറ്ററിലാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ ഭയങ്കര ഹൃദയവേദനയോടെ അവൻ അവിടെ അതിന്റെ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് കരയാനിടയായി. അന്നേരം ദൈവാത്മാവ് അവനോട് ചോദിച്ചു, ഇത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, പക്ഷേ നീ അതിനെ മറന്നു കളഞ്ഞു. എന്നാൽ ഞാൻ ഇന്ന് നിന്റെ അമ്മയുടെ ജീവനെ ചോദിച്ചപ്പോ നിനക്ക് വേദനിച്ചല്ലേ? ആ സമയത്ത് കുഞ്ഞ് സമർപ്പിക്കാൻ ഇടയായി തീർന്നില്ല. കർത്താവ് എന്നോട് ക്ഷമിക്കണം, എന്റെ മാതാവിനെ മടക്കി തരണം, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഈ സമയം തൊട്ട് സമർപ്പിക്കുന്നെന്ന്. അങ്ങനെയാണ് ആ സാക്ഷ്യത്തിനകത്തെ ആ സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ICUന് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 അങ്ങനെ പല ലെവലുണ്ട്. നമ്മൾ ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് നമ്മളെ അവര് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്നെ ആ സ്റ്റെപ്പ് 2 എന്നെ മാറ്റി. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, എന്റെ ഈ സർജറി ചെയ്ത സ്ഥലം ആ വൂണ്ട് പഴുക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഏറ്റവും അടിയിലത്തെ സ്റ്റിച്ച് തൊട്ട് ഇങ്ങോട്ട് പഴുക്കാൻ തുടങ്ങി. അന്നേരം ഈ പഴുക്കുന്നിടം അവര് സ്റ്റിച്ച് എടുത്തെടുത്ത് വിടും. അങ്ങനെ ഇങ്ങ് മേളി വരെ മുഴുവൻ സ്റ്റിച്ചും എടുത്തു കഴിഞ്ഞപ്പോ എന്താ, വൂണ്ട് ഇങ്ങനെ ഗെയ്പ്പ് ചെയ്ത് നിൽക്കുക, തുറന്ന് കിടക്കുക. അതിനകത്തൂടെ പഴുപ്പിങ്ങനെ ഒരു വലിയ ഇത്രയും കട്ടിയുള്ള ഡ്രസ്സിംഗ് ആണ് അവര് വെക്കുന്നത്. രാവിലെ വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് അത് മുഴുവൻ നനയും. ഞാൻ കിടക്കുന്ന സ്ഥലത്തിന്റെ ആ സൈഡിൽ ആർക്കും വന്ന് നിൽക്കാനൊക്കത്തില്ല, അതുപോലത്തെ ഫൗൾ സ്മെല്ലാണ്. എന്നിട്ട് അന്നേരം ഈ സർജറി, ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ ആ രാത്രിയിലത്തെ സർജറി ചെയ്തപ്പം എന്റെ കുടലിന്റെ 6 സെന്റിമീറ്ററോളം ഗാൻഗ്രീൻ ആയി പോയി, അങ്ങ് അഴുകിപ്പോയി. അവിടെ 2 കട്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ മലം പോകാനായിട്ട് ബാഗ് ഇട്ടു പുറത്തോട്ട്, കൊളോസ്റ്റമി ബാഗ്.
അന്നേരം ആ കൊളോസ്റ്റമി ബാഗിലാണ് ഞാൻ അന്നേരം. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ വൂണ്ട് ഇങ്ങനെ അങ്ങ് തുറന്നു. പഴുപ്പെന്ന് വെച്ചാൽ ഭയങ്കര പഴുപ്പ്. എല്ലാം 4 മണിക്കൂറിലും ഡ്രസ്സിങ് മാറ്റണം. ഈ ഡ്രസ്സിങ് ഇതിങ്ങനെ കഴുകി ഇതിങ്ങനെ വെക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വേദനയാണ്. അന്നേരം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എനിക്ക് ആദ്യം ഈ പെയിനുള്ള ഇഞ്ചക്ഷൻ ഇവിടെ കൂടെ ആണല്ലോ, വേറെ വെയിനൊന്നും കിട്ടാനേ ഇല്ല. ഇവിടെ കൂടെ അവരൊരു ഇഞ്ചക്ഷൻ ആദ്യം പുഷ് ചെയ്യും. ഈ ഇഞ്ചക്ഷൻ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനില്ലേ, ആ മരുന്ന് എന്റെ നാക്കേലും എന്റെ ശരീരത്ത് മുഴുവൻ ഭയങ്കര ചൂട് പോലെ എനിക്ക് ചുട്ട് പൊള്ളുക. നാക്കൊക്കെ പൊള്ളി ഇപ്പൊ പോകും തോന്നും അതുപോലെ. എന്നിട്ട് വേർത്ത് കുളിച്ച് അങ്ങ് നനഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് എങ്ങനെയായിരിക്കണം അതുപോലെ അങ്ങ്. ഈ സമയം കൊണ്ട് അവരൊരു വിധത്തിൽ എന്നെ പിടിച്ചു കെട്ടിക്കുന്ന പോലെ ആ ഡ്രസ്സിങ് ചെയ്യും. ഇതൊന്നും അല്ലല്ലോ, ഇതിങ്ങനെ നനഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവരെന്നെ ഇങ്ങനെ എത്ര നാളാ ICUവിൽ കിടക്കുന്നത്. അന്നേരം അവരെന്നെ വാർഡിലേക്ക് മാറ്റി. പക്ഷെങ്കില് അന്നേരം ഇതുപോലെ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനിയും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീട്ടിൽ പൊക്കോ, വീട്ടിൽ ഡ്രസ്സിങ് ചെയ്താൽ മതി. എന്നിട്ട് ഒരുമാതിരി കരിയാറാകുമ്പോ ഇത് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അന്നേരം കുഞ്ഞുങ്ങൾക്ക് പേടിയാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കാരണം ഇങ്ങനെ തുറന്നു കിടക്കുന്നതും കൊണ്ട് എങ്ങനെയാ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അന്നേരം അവര് അവിടെ തന്നെ നമുക്ക് അവിടെ ഈ ഗസ്റ്റ് റൂം ഉണ്ട്, ഗസ്റ്റ് റൂം. അവിടെ ഒരു റൂമൊക്കെ എടുത്ത് എന്നെ അവിടോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഡെയിലി കുഞ്ഞുങ്ങൾ എന്നെ വീൽ ചെയറില് ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകും, OP-യില്. അന്നേരം പിന്നെ ഇങ്ങനെ പോവാണ്, ഡെയിലി ഡ്രസ്സിങ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞപ്പോ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ മേരിക്കുട്ടി പറഞ്ഞു, ഇവിടെ ഒരു സോഫ്രാറ്റൂൾ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായി, ഒരു മെഷ് ഒരു ഇങ്ങനെ വല പോലെ ഇരിക്കും, അത് ഞാനൊന്ന് ഒരെണ്ണം അപ്ലൈ ചെയ്യട്ടെ. അതാവുമ്പോ ഇത് കുറെ വലിച്ചെടുക്കും. ഏതാ ഈ പഴുപ്പ് വലിച്ചെടുക്കും. ഞാൻ അന്നേരം പറഞ്ഞു, അത് ഒത്തിരി എക്സ്പെൻസീവാ. പിള്ളേർ പറഞ്ഞാൽ ഒന്നും സാരമില്ലമ്മ, അത് വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ച് ഡ്രസ്സിങ് ചെയ്ത് വിട്ടു. അന്നേരം പിറ്റേ ദിവസം ആയപ്പോ അതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോ അത്രയും ഭാഗം നല്ല റെഡ് കളറിൽ, അതായത് ഈ പസ് മുഴുവൻ ഇതിങ്ങനെ വലിച്ചെടുത്തു, റെഡ് കളർ. അന്നേരം ഒരത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ, എന്നെ എപ്പോഴൊക്കെ ഡ്രസ്സിങ്ങിന് കൊണ്ടുചെല്ലുന്നോ അന്നേരം എല്ലാം എന്നെ സർജറി ചെയ്ത ഡോക്ടർ OP വരും, എന്തെങ്കിലും ഒരു കാരണത്തിൽ. അന്നേരത്തെ എന്നെ സിസ്റ്റർ ഓടിച്ചെന്ന് വിളിക്കും, ഡോക്ടറെ ഓടി വന്നേ ഇതൊന്ന് നോക്കിക്കേന്ന് പറഞ്ഞു. അന്ന് ഇത് തന്നെ ഇതിങ്ങോട്ട് എടുത്ത്, അന്നേരം നല്ല റെഡ് കളറിൽ ഇരിക്കുവാ. അന്നേരം ഡോക്ടറെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ ഇന്ന് പസ്സില്ലല്ലോ, ഇന്ന് നമുക്ക് ഓൾട്ടർനേറ്റ് സ്റ്റിച്ച് ഇടാവെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഓൾട്ടർനേറ്റ് സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാലേ, 2 വശത്തുനിന്നും 2 പേരെന്റെ വയറിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി പിടിച്ചു കൊടുക്കുക. പിടിച്ചു കൊടുത്തിട്ട് ഡോക്ടർ എന്നെ വേറൊരു സിസ്റ്റർ ഇങ്ങനെ അമ്മക്കി പിടിച്ചേക്കുക. ഞാനിങ്ങനെ യേശുവിന്റെ രക്തം മാത്രം പറഞ്ഞ് ഞാൻ കിടക്കുക. അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു കൊടുത്ത് അവർ ഓൾട്ടർനേറ്റ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിന് ഡ്രസ്സിങ് വിട്ടിട്ട് ഒരു ബൈൻഡറും കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത 48 hours കഴിഞ്ഞ് നമ്മൾ ഇത് തുറക്കത്തുള്ളൂ, അതുകൊണ്ട് നാളെ ഒന്നും ഇനിയും ഇതിന് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ തിരിച്ച് റൂമിലോട്ട് വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ ഡ്രസ്സിങ്ങിന് പോയില്ല, അതിന്റെ പിറ്റേ ദിവസം ഡ്രസ്സിങ്ങിന് പോയി. ഡ്രസ്സിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോ ഇതിങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പോഴില്ലേ, എവിടൊക്കെ സ്റ്റിച്ച് ഇട്ടോ അവിടെ മുഴുവൻ കൂടിച്ചേർന്നിരിക്കുക. അന്നേരം അവര് ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഓക്കെ അടുത്ത ഓൾട്ടർനേറ്റ് സ്റ്റിച്ചും കൂടി ഇടാൻ പറഞ്ഞു. എന്നിട്ട് അന്നേരം ഇതുപോലെ തന്നെ പിടിച്ചിങ്ങനെ അടുപ്പിച്ചു കൊടുത്ത് അവർ ഓൾട്ടർനേറ്റ് സ്റ്റിച്ച് ഇട്ടു. വീണ്ടും ഇതുപോലെ ഡ്രസ്സിങ് ഇട്ടു. നെക്സ്റ്റ് 48 hours കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത 48 hours കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്തപ്പോ അതും കൂടി ചേർന്നിട്ടു. ഇനി അതിന്റെ പുറത്ത് നമ്മുടെ ഈ സ്കിൻ വന്ന് മൂടിയാൽ മാത്രം മതി. അങ്ങനെ അവര് പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ,
പിന്നെ എന്നിട്ട് വീട്ടിൽ തന്നെ ഡ്രസ്സിംഗ് ഒക്കെ അങ്ങ് ചെയ്തേച്ചാ മതി, സൂക്ഷിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ് 2019 ജനുവരി മാസം 5-ാം തീയതി ഇവിടുന്ന് പോയ ഞാൻ തിരിച്ച് ഭവനത്തിൽ കടന്നു വരുന്നത് ജനുവരി പോയ ഞാൻ തിരിച്ചു വരുന്നത് ഫെബ്രുവരി മാസം 23-ാം തീയതി. അത്രയും ദിവസവും ആ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. അതായത് സാമ്പത്തികമായിട്ട് വളരെ ചെലവുകളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കില് ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളായിരിക്കുന്നവരെല്ലാം, അതായത് സൗദി അറേബ്യയിലുള്ള കൂട്ടു സഹോദരങ്ങള്, പിന്നെ അല്ലാതെ ഇവിടെയുള്ള സഹോദരങ്ങള്, അവരെല്ലാരും അതിന് കൈത്താങ്ങ് തന്ന, ഒന്നിനും ഒരു ഭാരമുണ്ടാകാതെ, ഒരു കടഭാരത്തിലേക്ക് ഞങ്ങൾ ചെന്ന് വീഴാതെ ആ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾക്ക് കൈത്താങ്ങായിട്ട് നിന്നു. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ ആ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾക്ക് സഹായമായിട്ട് നിന്നു. ഇന്നും എന്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിലും ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. കാരണം എന്റെ ഈ സാക്ഷ്യത്തിനകത്ത് അവർക്കും ഉണ്ടൊരു പങ്ക്. അങ്ങനെ അന്നേരം ഇതിന്റെ ഇടയ്ക്ക് ഞാനിവിടെ സൗഖ്യത്തോടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ നിൽക്കുമ്പോ എന്റെ ഫാദറിന് സ്ട്രോക്ക് വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അന്നേരം ഞാൻ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മണിമലയ്ക്ക് ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് പോരുന്നല്ലോ. അങ്ങനെ അന്നേരം ഫാദറും മദറും മാത്രമാണ് മല്ലപ്പള്ളി വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ എങ്കിൽ ഫാദറിന് സ്ട്രോക്ക് ഉണ്ടായെങ്കിലും ഈ ഇടത്ത് വശത്തിന് ഇതുണ്ടെന്നേ ഉള്ളൂ. എന്നാലും കട്ടിലെ തന്നെ എഴുന്നേറ്റിരിക്കും, വലത്ത് കൈ കൊണ്ട് ഫുഡ് വാരി കഴിക്കും. പിന്നെ ഈ ഒരു ജനലുണ്ട് കിടക്കുന്ന കട്ടിലിന്റെ അടുക്കെ, ആ ജനലിന്റെ കമ്പിയെ പിടിച്ച് തന്നെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അമ്മയാണ് അച്ചാച്ചനെ നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കില് 2018 ആയപ്പോ ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ അച്ചാച്ചൻ എഴുന്നേക്കാനായിട്ട് നോക്കിയിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഞാൻ പിടിച്ചിട്ട് എനിക്കും എഴുന്നേൽപ്പിക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവരെ അവിടെ ആക്കിയിട്ട് പോരാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം അച്ചാച്ചൻ അതുപോലൊരു എഴുന്നേക്കാൻ വയ്യാത്ത പോലൊരു വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ആംബുലൻസ് ഒക്കെ വിളിച്ച് എന്റെ പേരൻസിനെ ഞാൻ ഇനി കൊണ്ടുപോരും. അന്നേരം അവരെന്റെ കൂടെ ഉണ്ട്. ഈ 2018 ഈ സർജറി, 2019 ഈ 2 സർജറി സമയത്തൊക്കെ അവരിവിടെ എന്റെ കൂടെ ഈ വീട്ടിലുണ്ട്. അന്നേരം ഈ അമൃതയിൽ ഞാൻ തിരിച്ചു വരുന്ന ഫെബ്രുവരി 23-ാം തീയതി രാവിലെ ഒരു 9-9:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഇങ്ങെത്തി. വെളുപ്പിനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞ് അന്നേരം എന്റെ അനിയത്തിയും എന്റെ അമ്മയും കൂടാണ് ഫാദറിനെ നോക്കുന്നത്. അന്നേരം ഞാൻ വന്നു കയറിയിട്ട് ഞാൻ അച്ചാച്ചൻ കിടക്കുന്ന മുറിയിലേക്ക് ഇങ്ങനെ പോവാ. ഈ വീടാ കേട്ടോ, ഈ വീട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അച്ചാച്ചൻ കിടക്കുന്ന മുറിയിലോട്ട് പോവാ. അന്നേരം എന്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് അച്ചാച്ചനെ കാണാൻ പോയപ്പോ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയി കിടന്നോളാന്ന് പറഞ്ഞ് ഞാൻ അച്ചാച്ചന്റെ അടുക്ക ചെന്ന് അച്ചാച്ചന്റെ കൈ ഇങ്ങനെ എടുത്ത് എന്റെ കൈ പിടിച്ചിട്ട് ഞാൻ അന്നേരം തന്നെ എന്റെ അനിയത്തി പറഞ്ഞു, അച്ചാച്ച അതേ ചേച്ചി വന്നു നോക്കിക്ക് എന്ന് പറഞ്ഞു. അന്നേരത്തേന് ഇങ്ങനെ ഒന്ന് കണ്ണ് ഇങ്ങനെ ഒന്ന് തുറന്നു. ഈ കണ്ണിന്റെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ പോയി. എന്നിട്ട് എന്റെ അച്ചാച്ചന്റെ കൈ എന്റെ കൈക്കകത്ത് ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഈ കൈ ഇങ്ങനെ എന്റെ കൈക്കകത്ത് ഊർന്നങ്ങ് പോയി. എന്താ, അച്ചാച്ച മരിച്ചു. അന്നേരം അതായത് ഞാൻ ആ കഷ്ടതയിൽ കിടന്ന ആ സമയത്തൊക്കെ ഈ സംഭവം നടക്കുന്നെങ്കിൽ എനിക്കൊന്ന് വരാൻ പോലും, എന്റെ ഫാദറിനെ ഒന്ന് കാണാൻ പോലും എനിക്കൊക്കത്തില്ലായിരുന്നു. അതിന്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം നമ്മുടെ മനസ്സിൽ ആ പ്രയാസം വരത്തില്ലേ. എന്റെ അപ്പനെ എനിക്കൊന്ന് കാണാൻ ഒത്തില്ലല്ലോ, ഇല്ലേ? കേൾക്കുന്ന മനുഷ്യരാണെങ്കിലും പറയത്തില്ലേ, ആ അപ്പൻ മരിച്ചിട്ട് അവക്ക് കാണാൻ ഒത്തില്ലല്ലോ എന്നും. പക്ഷെങ്കിൽ ഞാൻ വന്ന് കണ്ട് എന്റെ കൈക്കകത്ത് ആ കൈ ഇരിക്കെ എന്റെ അച്ചാച്ചൻ ലോകം വിട്ട് കടന്നുപോയി. അങ്ങനെ എന്റെ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് പിന്നാലെ വിശ്വാസ സ്നാനം സ്വീകരിച്ച് എല്ലാവരും ദൈവകൃപയിലായി തീർന്നായിരുന്നു. അങ്ങനെ ആ ഫ്യൂണറൽ ശുശ്രൂഷയ്ക്കൊക്കെ എനിക്ക് വളരെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ ഫ്യൂണറൽ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് എന്റെ പിതാവിനെ ഞാൻ ചുംബനമൊക്കെ കൊടുത്ത് യാത്രയാക്കി.
അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. പിന്നെ എനിക്ക് ഒരു കോഴ്സ് കീമോ എടുക്കാൻ ഇടയായി തീർന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യത്തെ സർജറി ചെയ്തപ്പോ ഈ സിസ്റ്റ് പൊട്ടിയെന്ന്. അന്നേരം ഈ പൊട്ടിക്കഴിഞ്ഞപ്പോ ഇതിന്റെ ഈ ചെറിയ ലോലമായതാണല്ലോ ഇതിന്റെ ഈ സ്കിന്ന്, ഈ സിസ്റ്റിന്റെ സ്കിന്ന്, അത് പൊട്ടിക്കഴിയുമ്പോ അത് എവിടെങ്കിലും ഒക്കെ പോയി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിന്നത്തേതിൽ അത് ഗ്രോ ആകും ആ ഇരിക്കുന്നിടത്ത്. അത് വീണ്ടും വലിയ അനർത്ഥത്തിന് കാരണമായി തീരും. അന്നേരം ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കോഴ്സ് കീമോ എടുക്കണം. കീമോ എടുക്കുവാണെങ്കിൽ ഇതിന്റെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് കരിഞ്ഞതങ്ങ് പൊക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ 2019 ജൂൺ മാസം തൊട്ട് സെപ്റ്റംബർ മാസം വരെ 6 കീമോ എടുക്കേണ്ടി വന്നു. ഭയങ്കര പ്രയാസമായിരുന്നു. കീമോ എടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കീമോ എടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് എഴുന്നേക്കാനേ ഒക്കത്തില്ല. എഴുന്നേറ്റ തല കറങ്ങി താഴെ വീഴും. പിന്നെ എഴുന്നേറ്റ് 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേന് ഹാർട്ട് കിടന്ന് ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് ഞാൻ ഓർക്കും അതിപ്പോ സ്റ്റോപ്പ് ആകാൻ പോവാന്ന് ഓർക്കും. അതുപോലത്തെ പ്രയാസം. ഒരാഴ്ച കഴിയുമ്പോ പിന്നെ ഒന്നുമില്ല. ആസിഫ് ഇങ്ങനെയൊന്നും ഒരു സംഭവം നടക്കാത്ത ഒരാളെ പോലെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരും. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനെല്ലാം എനിക്ക് ആരോഗ്യമാണ്. പക്ഷെ ഒരാഴ്ച ഈ പ്രയാസങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോ കൊളോസ്റ്റമി ആണല്ലോ, ബാഗ് ഇട്ടിരിക്കുകയാണല്ലോ. ഈ ബാഗിന്റെ ആ പരിപാടികളെല്ലാം ഇനി മാറ്റണം. അന്നേരം അങ്ങനെ പോയി ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിഞ്ഞ് മാറ്റാമെന്നൊക്കെയാ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കീമോ എടുത്തത് കാരണം ഇപ്പൊ ആ സർജറി ചെയ്യാനൊക്കത്തില്ല. കാരണം പിന്നെ അത് കരിയാനൊക്കെ താമസം വരും. അതുകൊണ്ട് കുറച്ചു നാളും കൂടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 2020 മാർച്ച് മാസത്തിൽ അതിനുവേണ്ടി ബുക്ക് ചെയ്തു. മാർച്ച് മാസം 14-ാം തീയതി എന്റെ സർജറിയാ. അന്നാണ് നമ്മുടെ കോവിഡ് കാരണം എല്ലാം ലോക്ക്ഡൌണിലേക്ക് പോകുന്ന ദിവസമാണത്. അതായത് ആ ഹോസ്പിറ്റലിൽ ഇലക്റ്റീവായിട്ട്, അതായത് നേരത്തെ ബുക്ക് ചെയ്ത് നടക്കുന്ന സർജറികളിൽ ലാസ്റ്റ് നടന്ന സർജറി എന്റേതാ. അത് കഴിഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തു. അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും കുറെ നാളും കൂടെ ഞാൻ ഈ ബാഗുമായിട്ട് നടക്കേണ്ടി വന്നേ. പക്ഷെ അന്നേരം തന്നെ ഞാൻ 1 വർഷമായി ഈ ബാഗ് കൊണ്ട് നടക്കാൻ തുടങ്ങി. 1 വർഷമായി കറക്റ്റ്. അങ്ങനെ 2020 മാർച്ച് മാസം 14-ാം തീയതി ആ സർജറി നടന്നു. അത് സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ബാഗെല്ലാം മാറ്റി, എന്റെ എല്ലാ സിസ്റ്റം എല്ലാം നോർമലായി. അങ്ങനെ ഈ നാള് വരെയും ആരോഗ്യത്തോടെ ആയുസോടെ ദൈവം എന്നെ നിർത്തി അനേക നന്മകളെ കാണുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി. ഇനി ഇതിന്റെ ഇടയ്ക്ക് ചില വലിയ ദൈവപ്രവൃത്തികൾ എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതായത് ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ഒക്കെ കുറച്ചുനാള് എന്റെ മദർ ഓറിസയിലായിരുന്നപ്പോ ഞാൻ അവരുടെ കൂടെ താമസിച്ചേ. അത് കാരണം അവരുമായിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. അന്നേരം ഞാൻ ഇതിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു, എന്റെ ദൈവമേ, എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒന്നും ഈ സുവിശേഷം കേട്ടില്ലല്ലോ. എനിക്കത് ഭയങ്കര സങ്കടം. നീ അന്നേരം എങ്ങനെയായിരിക്കും അവരെ ന്യായം വിധിക്കുന്നത്? കാരണം അവര് കേട്ടിട്ടില്ലല്ലോ. ഞാൻ എന്നാ കേട്ടത്? ഞാൻ ഇവിടെ നിന്ന് സൗദി ചെന്നല്ലേ കേട്ടെ. ആ നാള് വരെയും ഈ ദേശത്തൊന്നും ഞാനത് കേട്ടിട്ടില്ല. അന്നേരം എന്റെ അപ്പച്ചനും അമ്മച്ചി തീർച്ചയായിട്ടും കേട്ടിട്ടില്ല. ഓർത്തഡോക്സ്, അവർ ഓർത്തഡോക്സുകാരായിരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അന്നേരം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കുവാണ്. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അന്നേരം ഉച്ചയ്ക്ക് പിള്ളേർ വന്നപ്പോഴത്തേനും ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്ത് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് അവരെ കഴിപ്പിച്ച് കയറ്റി കിടത്തും കുറച്ചു നേരം. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനും ഇച്ചിരി നേരം കിടക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇങ്ങനെ കിടന്ന് അന്നേരം ഈ മനസ്സിനകത്ത് ഇതിങ്ങനെ, അയ്യോ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഡീപ്പ് സ്ലീപ്പ്. എന്നിട്ട് അന്നേരം എന്നെ ദൈവം ഒരു സീൻ കാണിക്കുക. നമ്മുടെ ഈ മുറിയുടെ ഒക്കെ ഭിത്തിയുടെ അത്രയുമുള്ള ഒരു സ്ക്രീൻ,
ആ സ്ക്രീനിൽ ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ മാറ്റി, കർട്ടൻ ഇട്ടേക്കുന്ന പോലെ ആ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് എന്നെ ഒരു സീൻ കാണിക്കുക. എന്റെ അമ്മച്ചി, പിന്നെ എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഭാര്യ, അന്നൊക്കെ ചട്ടയും മുണ്ടുവാണല്ലോ, ചട്ടയും മുണ്ടും കൊടുത്ത 2 അമ്മച്ചിമാര്, പിന്നെ ഞാനൊരു ചെറിയ, അന്ന് എനിക്ക് 5-6 വയസ്സേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ചെറിയ ഫ്രോക്കൊക്കെ ഇട്ട്, ആ ഫ്രോക്കൊക്കെ എനിക്ക് അറിയാം കേട്ടോ, ഒരു കാപ്പിപ്പൊടി കളറിൽ ഇങ്ങനെ പിന്നെ സിൽവർ നൂല് പോലൊക്കെ ഇങ്ങനെ വെച്ച് 2 പോക്കറ്റൊക്കെ ഉള്ള ഒരു ഉടുപ്പൊക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടി പോവുക. എന്നിട്ട് എന്നെ ആ വഴിയൊക്കെ ഇങ്ങനെ കാണിക്കുക. ഞങ്ങളുടെ എന്റെ അമ്മ വീടിന്റെ മേളിലോട്ട് കയറി പോകുന്ന ആ സ്റ്റെപ്പ് കയറി കഴിയുമ്പോ, പണ്ടൊക്കെ ഇങ്ങനെ വലിയ റോഡുകളല്ലല്ലോ, 2 വസ്തുവിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇടകുഴി പോലെ തോടല്ലേ ഇടുന്നത്, അങ്ങോട്ട് കടന്നു പോകാനൊക്കെ. അങ്ങനെ അതിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹനുമാൻ കുന്ന് കവലയുണ്ട്. ആ കവലയിൽ ഞങ്ങൾ ചെല്ലുന്നു. അവിടെ ഒരു കാപ്പിക്കടയുണ്ട്, ഒരു ദാമോദരൻ. ഇതെല്ലാം റിയലാ കേട്ടോ. ഞാൻ ഈ കാണുന്നത് ഇതല്ല, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളതാണ്. ആ ഒരു ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുടെ കാപ്പിക്കടയുണ്ട്. അതിന്റെ തിണ്ണയിൽ ഞങ്ങൾ ഇരുന്നു. അതിന്റെ ഓപ്പോസിറ്റിലായിട്ട് ഈ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റർ സ്വപ്നത്തെ കാണുമല്ലേ? കാണുക. എന്നിട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോ കുറേ അപ്പച്ചന്മാർ, കുറേ പേര്, എല്ലാരും കൈനീളമുള്ള ജുബായൊക്കെ ഇട്ട്, വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത്, കയ്യിൽ ഇങ്ങനെ തമ്പേറും ഒക്കെ പിടിച്ച് പാട്ട് പാടി. എന്നിട്ട് അവിടെ ഒരു ബാനർ എന്നെ കാണിച്ചു, ഓണവാര സുവിശേഷ യോഗം. അന്നേരം ഇതെന്റെ മെമ്മറീസ് കിടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇത് പോയിട്ടുള്ളതാ, എനിക്കിത് നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് 5-6 വയസ്സായില്ലേ, നേരത്തേനൊക്കെ നമുക്ക് നല്ലതായിട്ട് നമ്മൾ ഓർത്തിരിക്കുമല്ലോ. എന്നിട്ട് അത് കണ്ടു ഉടനെ തന്നെ ഈ കർട്ടൻ തിരിച്ചിട്ടു, ആ സ്ക്രീൻ മറച്ചു. ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോ ഞാനത് എന്റെ ശരീരത്തിൽ അനുഭവിക്കുക. കാരണം ഇത് റിയലായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. അന്നേരം ഞാൻ ചോദിച്ചില്ലേ പകൽ, അയ്യോ എന്റെ അപ്പച്ചനെ അമ്മച്ചയും ഒക്കെ നീ എങ്ങനെ ന്യായം വിധിക്കുമെന്ന്. അന്നേരം എന്നെ കാണിക്കുവാണ്, നിന്റെ അമ്മച്ചി സുവിശേഷം കേട്ടിട്ടുണ്ട്. അന്നേരം അതായത് നമ്മൾ ഇപ്പോഴും സുവിശേഷം പറയുമ്പോഴും നമ്മൾ പറയുമല്ലോ, ഇത് ഒരു ദിവസം നിങ്ങളത് പറഞ്ഞില്ലെങ്കിലും കല്ലുകൾ ആർത്തു വിളിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും നമുക്ക് മുമ്പിൽ സ്ക്രീനിൽ തെളിയുന്നത് പോലെ വരുമ്പോൾ, അന്ന് നമുക്ക് അതിന് ഉത്തരം പറയാൻ കഴിയാതെ വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഇൻസിഡന്റ് എനിക്കുണ്ടായിരുന്നാല്, ഞാന് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരെയും കൊണ്ട് അവർക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് പൈസയും എടുത്ത് ഞാൻ സ്കൂളിലേക്ക് പോകുക. അന്നേരം ഒരു ട്രാൻസ്പോർട്ട് ബസ്, KSRTC ബസ്സിലായിരിക്കുന്ന, ഉച്ച സമയമാണ്. അതേലെങ്ങും ആരുമില്ല, ഒരു വലിയ ബസ്സാണ്. അതിലാകെപ്പാടെ 4-5 പേരേ ഉള്ളൂ. ഞാനും ഒരു സീറ്റിലിരിക്കുന്ന, ആ സീറ്റ് വേറെ ആരുമില്ല. പക്ഷെ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു സഹോദരി കേറിയിട്ട് എന്റെ അടുക്ക വന്നിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ എന്റെ ബാഗ്, ഇങ്ങനെ പൈസ വെച്ചിരിക്കുന്ന ബാഗ് ഈ തോളയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാ. എന്നിട്ട് ഈ കയ്യില് ഏതാണ്ട് കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് കഴിക്കാനുള്ള ഏതാണ്ട് ഒക്കെ റസ്കോ ഏതാണ്ടൊക്കെ മേടിച്ച് ഈ കയ്യിൽ ഒരു ബാഗിനകത്ത്, ഈ സ്കൂടിനകത്ത് അതിങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അന്നേരം ഈ സഹോദരി വന്ന് എന്റെ ഈ സൈഡിലിരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ബാഗിൽ ഇങ്ങനെ തൊടുന്ന പോലോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓർത്തോ, ബസ്സിലൊക്കെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് നമ്മുടെ ബാഗെ തൊടരുതെന്ന് പറയാൻ ഒക്കുവോ? ബസ്സിലൊക്കെ നമ്മൾ അടുത്തടുത്തിരിക്കുമ്പോ നമ്മുടെ ബാഗിൽ തൊട്ടിരിക്കും, നമ്മുടെ ദേഹത്ത് തൊട്ടെന്നിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഈ ബാഗ് ഇങ്ങനെ എന്റെ തോളേന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇല്ലേ, അതിന്റെ സിബ് തുറന്നിരിക്കുക. എന്നിട്ട് ആ സിബ് തുറന്നിരിക്കുവാണ്. അതിനകത്ത് വേറൊരു ചെറിയ ഒരു ഇതുണ്ട്. അതിനകത്താണ് ഞാൻ ഈ പൈസ വെച്ചിട്ട് ആ സിബ് ഇട്ടിട്ടാണ് മെയിൻ സിബ് ഇട്ടേക്കുന്നത്. ഞാൻ നോക്കുമ്പോ ആ വലിയ സിബ് തുറന്നിരിക്കുന്നു, അകത്തെ ചെറിയ സിബ് തുറന്നിരിക്കുന്നു, അതിനകത്ത് പൈസ ഇല്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളിക്കാരിയെ ഒന്ന് തിരിഞ്ഞ് ഞാൻ നോക്കി. കാരണം എനിക്കറിയാം ഈ പുള്ളിക്കാരി അല്ലാതെ വേറെ ആരുമല്ല അത് ചെയ്ത്. എന്നിട്ട് ഞാൻ അതിലിരുന്നോണ്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കschുള്ള പോലീസേ, എനിക്ക് വേണ്ടി നീ കാര്യം തീർക്കണേന്ന് പറഞ്ഞു കേട്ടോ.
ഞാൻ ബസ്സിൽ കിടന്ന് സ്ക്രീൻ ചെയ്യാൻ പോയില്ല, ബസ് പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറഞ്ഞില്ല, ഈ പുള്ളിക്കാരിയെ ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇതിന്റെ സിബ് ഇട്ടു. ഈ പുള്ളിക്കാരിയെ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനില്ല, ഈ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ വിളിച്ചിട്ട് എന്റെ കയ്യിലോട്ട് ഈ പൈസ തന്നിട്ട് പറഞ്ഞു, ഇന്നാ പൈസ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ഡ്രൈവറെ കൊണ്ട് ബെല്ലടിപ്പിച്ച് വണ്ടി നിർത്തിച്ച് ഇറങ്ങിപ്പോയി. അന്നേരം ഞാൻ പറയുന്ന എന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ അധ്വാന ഫലം ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണിന്റെ അണ്ടറിലാണ് നമ്മളെപ്പോഴും നമ്മൾക്കുള്ളതും. അതിന്റെ മേൽ ഒരാൾ കൈവയ്ക്കണമെങ്കിൽ ദൈവം അറിയാതെ നടക്കത്തേയില്ല. അന്നേരം ഞാൻ അത് കഴിഞ്ഞൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ, ആ പൈസ ഈ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചപ്പോ ആ സഹോദരിയുടെ കൈ പൊള്ളുന്നുണ്ടായിരുന്നായിരിക്കും. സാധാരണ അങ്ങനെ എടുത്ത് ആരും അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ അത് തിരിച്ചു കൊടുത്തിട്ട് പോകാറേ ഇല്ല. അത് ഞാൻ അതിന് പ്രതികരിക്കുവോ അവിടെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ആസ് യൂഷ്വൽ അവിടെ ഇരിക്കുക. പക്ഷെ അത് ലഭിക്കാനിടയായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. അതായത് അത് ദൈവഹിതപ്രകാരമുള്ള നന്മയാണ് നമ്മുടെ കയ്യിലെങ്കിൽ അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തേ. അങ്ങനെ ഈ നാളുവരെയും സ്വർഗത്തിലെ ദൈവം നടത്തി പരിപാലിച്ചു. കുഞ്ഞുങ്ങളുടെ നന്മയൊക്കെ കാണാനായിട്ടും അവരുടെ തലമുറകളെ കാണാനായിട്ടും ഒക്കെയുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെ അനേകരുടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നാലും എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ എല്ലാം ഞാൻ അങ്ങ് ചെന്നങ്ങ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ കയ്യിലോട്ട് ഇവരെ ഒന്ന് തരണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നിട്ട് ഞാൻ വലിയ ഒരു സൈഡിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കും, എന്നാ വന്നേ, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് പെതിയെ ഞാൻ എന്റെ സാക്ഷി അവരോട് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് എഴുന്നേറ്റ് പോയി കഴിയുമ്പോ ഞാൻ ഇങ്ങനെ വശത്തോട്ട് തിരിയും. എന്നിട്ട് ചോദിക്കും, എന്താ സിസ്റ്ററെ വന്നേ, എന്താണ് സംഭവം എന്ന് ചോദിച്ച് പെതിയെ തുടങ്ങി ഞാൻ അവരോടും പറയും. അങ്ങനെ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ഞാൻ ഇരുന്ന ആ ഓരോ സ്ഥലങ്ങളിലും ഞാൻ ഓരോ പ്രാവശ്യം കൂടെ ചെന്നിരിക്കുമ്പോൾ അന്ന് ഞാൻ ഇരുന്നത് എങ്ങനെയാ, ഇന്ന് ഞാൻ ദൈവത്തിന്റെ വിടുതലുമായിട്ടാണ് അവിടെ കടന്നു പോകുന്നത്. അങ്ങനെ വീണ്ടും സൗദി അറേബ്യയുടെ ദേശത്തേക്ക് വീണ്ടും ഞാൻ കടന്നുപോയി. പ്രിയപ്പെട്ടവൻ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നു. ഈ ജൂണിലാണ് വെക്കേഷന് വന്നപ്പം ഞാനും കൂടി ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആയിരിക്കുന്നു. ദൈവഹിതമായാൽ വീണ്ടും മടങ്ങിപ്പോകും. അങ്ങനെ ഏത് ദേശത്തു നിന്ന് ഞാൻ മടങ്ങി ആനത്തോട് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവനും അവിടെ ഒരു ചെറിയ ദൈവസഭയുടെ ശുശ്രൂഷയുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളും ഈ ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് പേരൻസ് സുവിശേഷം കേട്ടില്ലല്ലോ, കർത്താവെ അവരെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കാണിച്ചു തന്നതായ ഒരു സീന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സിസ്റ്റർ പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ കല്ലുകളെയൊക്കെ വിളിക്കും എന്നാണ് പറഞ്ഞത്. പെരയുടെ മുകൾ ഭാഗത്തുള്ള ഓരോ കാര്യങ്ങളെയും കർത്താവ് എന്തോ ചെയ്യും, എല്ലാം വിധിക്കും. ഉത്തരങ്ങൾ വന്ന് സാക്ഷ്യം പറയുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പൊ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവ് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് സിസ്റ്ററെ കർത്താവ് കാണിച്ചു തരുവാനിടയായി തീർന്നു. അവര് സുവിശേഷം കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അവർക്ക് സുവിശേഷം കേൾക്കുവാനുള്ള ഒരു അവസരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമായ കാര്യമാണ്. ഓക്കെ, കർത്താവ് ഹല്ലേലൂയ. നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു, കർത്താവിൻ്റെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് നമ്മുടെ പിന്നാലെ എപ്പോഴും ഉണ്ട്.
അതിങ്ങനെ എല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തെടുക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ആ കണ്ണുകളെല്ലാം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ലോകത്തിൽ ഇതൊന്നും ചിന്തിക്കാതെയാണ് ലോകത്തിലെ പലപ്പോഴും എല്ലാ മനുഷ്യൻ്റെയും ജീവിതം. ദൈവമക്കളാണെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ നമ്മെ കാണുന്ന 2 കണ്ണുകളുണ്ട്. അതെല്ലാം ഹല്ലേലൂയ അപ്പോഴെല്ലാം പിടിച്ചെടുക്കുന്ന ആ ഒരു ചിന്തയും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസ്യ ദൈവം പിന്നെയും അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഇത്രയും വലിയ കഷ്ടതയിലൂടെ കടന്നുപോയിട്ടും കർത്താവ് പിന്നെയും ജീവിപ്പിച്ചു. ആ സൗദിയുടെ പ്രദേശത്ത് കർത്താവ് പിന്നെയും കൊണ്ടുപോകുവാൻ കർത്താവ് ഇടയാക്കി. എല്ലാം കർത്താവിൻ്റെ ആ ഒരു പദ്ധതി എത്ര വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും കർത്താവിൻ്റെ ദാസ്യതയെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവദാസ്യ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ ഈ സമയത്തെ കുറിച്ച് സ്വർഗത്തിലെ ദൈവമേ അങ്ങ് മുന്നമേ കണ്ടിരുന്നുവല്ലോ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ പ്രിയ കർത്താവേ, ദാസിയുടെ ശുശ്രൂഷകളെ സ്വർഗം മാനിക്കണമേ. യുഎസ്ടിവിയുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ. അതിന് കൈത്താങ്ങ് കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെയും കടന്നു വന്ന് ശുശ്രൂഷിച്ച ഹല്ലേലൂയ സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. സ്വർഗം അവരെ നിലനിർത്തണമേ. വരും ദിവസങ്ങളിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ഹല്ലേലൂയ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഞങ്ങൾ കടന്നുപോയ ഹല്ലേലൂയ അനുഭവങ്ങൾക്ക് മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ താങ്ങി പരിപാലിച്ച് നടത്തി കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ഹല്ലേലൂയ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം വിശ്വസ്തനെന്ന് ഹല്ലേലൂയ ഉറച്ചിരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ തരണമേ. കൃപയെ ഞങ്ങളെ നിലനിർത്തണമേ. അനേക ജീവിതങ്ങളുടെ വിടുതലിന് ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദേവദാസി ആമേൻ. സഹായിക്കട്ടെ.